നമ്മൾ CS വെങ്കടേശ്വരൻ്റെ എസ്സേയിൽ സ്വയംവരം എന്ന് പറഞ്ഞ ഒരു ഫിലിമിനെ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഫിലിമിനെ മലയാളം ന്യൂ വേവ് ഫിലിം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മലയാളം പാരലൽ സിനിമ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഇന്നൊവേറ്റീവ് ഫിലിമാണ് സ്വയംവരം. നമ്മൾ കുറേ പേര് കണ്ട ഫിലിമായിരിക്കും സ്വയംവരം. അപ്പം കാണാത്തവരതൊന്ന് കാണുക, ഒരു ഫിലിം കാണുക. അപ്പോൾ ആ ഒരു സിനിമ കണ്ടാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ഐഡിയ കിട്ടും. ആ ഒരു എങ്ങനെയൊക്കെയാണ് ഒരു ന്യൂ വേവ് സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു സ്വയംവരത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുകയെന്നൊക്കെ നമുക്ക് ആ സിനിമ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പം നമ്മൾ ആദ്യം തന്നെ ന്യൂ വേവ് സിനിമൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡയറക്റ്റ് സൗണ്ടും മറ്റൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. കൂടുതലായിട്ട് സൗണ്ട് ടെക്നിക്സ് വെച്ചാൽ മോഡേൺ സൗണ്ട് ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഡയറക്റ്റ് സൗണ്ട്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കാണാത്തവർ ആ സിനിമ കാണാൻ വളരെ നല്ല സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫിലിം സ്വയംവരം എന്ന് പറഞ്ഞ ഫിലിം 1972 പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി മലയാളം സിനിമാ ലോകത്തെ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പുതിയ യാനറിന് തുടക്കം ആവുകയാണ് ഈ ഒരു സിനിമയോട് കൂടി. അതുവരെ എന്താണ്, മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ സിനിമയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. കൊമേഴ്ഷ്യൽ സിനിമാസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഒരു വലിയൊരു മാറ്റം തന്നെ മലയാള സിനിമാ ലോകത്ത് വരുത്തുകയാണ്. പിന്നെ പറയുന്നത് CS വെങ്കടേശ്വരനെ സംബന്ധിച്ച് ഇന്ത്യൻ ന്യൂ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അന്നത്തെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യാനന്തരമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയപരമായിട്ടുള്ള സിറ്റുവേഷൻ, അതിനെതിരെയുള്ള മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് പീപ്പിളിൻ്റെ ഒരു റിയാക്ഷനായിട്ടാണ് ഇന്ത്യൻ ന്യൂ സിനിമ എന്നാണ് CS വെങ്കടേശ്വരൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ന്യൂ സിനിമ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ ഒരു റിയാക്ഷൻ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനോടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് ഇന്ത്യൻ ന്യൂ സിനിമയിൽ കാണാമെന്നാണ് പറയുന്നത്. The film's term new wave or offbeat were products and expressions of a particular period and milieu and were different from the films of earlier times and the commercial popular cinema of the period. അപ്പോൾ ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ന്യൂ വേവ് ഫിലിം എന്ന് പറഞ്ഞാൽ ആ ഒരു പീരിയഡിൻ്റെ, ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിലുള്ള ഒരു എക്സ്പ്രഷനാണ് ആ സിനിമയിലൂടെ നടത്തുന്നത്. എന്നുവെച്ചാൽ അതുവരെ ഏർലിയർ ടൈംസിലുണ്ടായിരുന്ന മറ്റു സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊമേഴ്ഷ്യൽ പോപ്പുലർ സിനിമയാണ് ആ പീരിയഡിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു റിയാക്ഷനാണ് കാണുന്നത് ഈ സിനിമയിൽ എന്നാണ് പറയുന്നത്. ദീസ് മൂവീസ് brought in entirely different ഇമോഷണൽ ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ്. വളരെ എൻ്റയർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ നൽകുന്നത്. The setting of Malayalam New Wave was caught between the past and future. These movies lacked belief in the values of the past and hopes for the future. Malayalam New Wave movies were not content with the sugary solutions provided by the new cinema in other languages. Unlike other languages, these films reflect the peculiar socio-economic and political situation of Kerala, which had done away with the chains of the feudal past and was yet to come into terms with a vision for the future. അപ്പോൾ മറ്റുള്ള ലാംഗ്വേജസിലുള്ള ഫിലിംസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള പൊളിറ്റിക്കൽ സോഷ്യോ ഇക്കണോമിക് സിറ്റുവേഷനാണ് നമ്മുടെ സിനിമകളിലൂടെ കാണിക്കാനെന്ന് ശ്രമിച്ചിരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ജനത അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനത എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽ സമ്പ്രദായം മൂലം അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിൻ്റെ ആ ഒരു മോശമായിട്ടുള്ള ആ ഒരു കുറേ പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു ജനതയാണ് നമ്മുടെ കേരളീയ ജനത എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ചേഞ്ച്, ഫ്യൂഡൽ പാസ്റ്റിൻ്റെ ഒരുപാട് ചേഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ്, സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വേഴ്സ് സിറ്റുവേഷൻസ് നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള ഒരു റിയാക്ഷനായിട്ട് നമുക്ക് നമ്മുടെ സിനിമകളിൽ അങ്ങനെയൊരു തീംസ് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്.
joint family system had disintegrated due to the land reforms. This gave rise to a new sense of self. അപ്പം the Nehruvian dreams had set by the 70s and the hopes aroused by the communist movement went down with its being just another political party. These films reflected the essence and confusion of the period, the key words being Naxalbari, Vietnam War, Hipperism, existentialism, etc. A desire for self-expression marked the films of this yana. Adoor Gopalakrishnan Swayamvaram is said to be the trendsetter. The struggle for existence and self-expression dominated the movie. അപ്പം നമ്മുടെ മലയാളം സിനിമ നോക്കുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ സിറ്റുവേഷനെതിരെയുള്ള ഒരു റിയാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂഡൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിനെതിരെയുള്ള റിയാക്ഷൻ, അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനെതിരെയുള്ള റിയാക്ഷൻസൊക്കെ നമ്മുടെ സിനിമകളിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ വിയറ്റ്നാം വാർ, എക്സിസ്റ്റൻഷ്യലിസം, അങ്ങനെയുള്ള ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ സിനിമയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന് പറഞ്ഞ ഈ ഒരു ഫിലിമും എന്താണ്, ഒരു ട്രെൻഡ് സെറ്റർ ഫിലിമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഒരു ഫിലിമിലും എന്താണ്, ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ ഡോമിനേറ്റ് ദ മൂവി. എന്താണ് എക്സിസ്റ്റൻസ്, മനുഷ്യൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവൻ്റെ സെൽഫ് എക്സ്പ്രഷൻ, മനുഷ്യൻ്റെ സെൽഫ് എക്സ്പ്രഷൻ, അതൊക്കെയാണ് ഈ ഒരു മൂവിയിൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിലുള്ള കഥാപാത്രം എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന സ്ട്രഗിൾ, അദ്ദേഹത്തിൻ്റെ സെൽഫ് എക്സ്പ്രഷൻസ്, ഇതൊക്കെ നമുക്ക് ഈ സ്വയംവരം എന്ന് പറഞ്ഞ മൂവിയിൽ കാണാൻ കഴിയും. Swayamvaram begins with a journey both literally and metaphorically. The journey marks the beginning of Vishwam and Sita's life together, as well as a departure from the usual norms of Malayalam cinema and the arrival of the Malayalam New Wave. അപ്പോൾ സ്വയംവരത്തിൽ ഒരു സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു യാത്രയാണ് കാണുന്നത്. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ലിറ്ററലി ആയിട്ടും മെറ്റഫറിക്കലി ആയിട്ടും അല്ലെങ്കിൽ മെറ്റഫറിക്കലി ആയിട്ടും ലിറ്ററലി ആയിട്ടും നമുക്ക് ഈ ഒരു യാത്രയെ കാണാം. അപ്പോൾ എന്ന് വെച്ചാൽ ലിറ്ററലി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും യാത്ര ചെയ്യാണ്, ഒരു പുതിയ ജീവിതത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണെന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എവിടേക്കോ യാത്ര ചെയ്യാണ്, ആ രീതിയിൽ നമുക്ക് കാണാം. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, ഈ മലയാളം സിനിമ അതുവരെ ഉണ്ടായിരുന്ന അതുവരെ വേറൊരു രീതിയിലാണ് മലയാളം സിനിമ പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും വേറൊരു ന്യൂ വേവിലേക്ക് അല്ലെങ്കിൽ മലയാളം ന്യൂ വേവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര, ആ യാത്രയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം സ്വയംവരം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു യാത്രയാണ് കാണിക്കുന്നത്, അത് ആ കഥാപാത്രങ്ങളുടെ യാത്രയായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, അതുവരെ ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് സിനിമാസാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്നും മാറി എന്താണ് മലയാളം ന്യൂ വേവ് സിനിമയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് സ്വയംവരം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിലൂടെ എന്നുള്ള രീതിയിൽ നമുക്ക് ആ യാത്രയെ ലിറ്ററലി ആയിട്ടും മെറ്റഫറിക്കലി ആയിട്ടും നമുക്ക് കാണാൻ കഴിയും. പിന്നെയോ ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ചിത്രലേഖ എന്ന് പറഞ്ഞ ഫിലിം സൊസൈറ്റിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫിലിം സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഓഡിയൻസ് വാസ് മെയിൻലി മിഡിൽ ക്ലാസ് ഇൻ്റലക്ച്വൽസ്, ഫിലിം ബഫ്സ് ആൻഡ് സ്റ്റുഡൻസ്. ദ ഡോമിനൻറ്റ് തീംസ് റിവോൾവ്സ് അറൗണ്ട് പേഴ്സണൽ സർവൈവൽ, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ചോയ്സസ്. അപ്പോൾ ഇതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള തീംസ് എന്ന് പറയുന്നത് പേഴ്സണൽ സർവൈവലാണ്. അത് തന്നെയാണ് വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറഞ്ഞത്. ഓരോ പേഴ്സണും ഓരോ വ്യക്തിയും എന്താണ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെല്ലാവരും എന്താണ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഒരു സമൂഹത്തിൽ നല്ല രീതിയിൽ നമുക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് തന്നെയാണ് സ്വയംവരം എന്ന് പറഞ്ഞ ഈ ഫിലിമിൽ വിശ്വം എന്ന് പറഞ്ഞ കഥാപാത്രം അത് അവതരിപ്പിക്കുന്നത് മധുവാണ്. അപ്പോൾ വിശ്വം എന്ന് പറഞ്ഞ കഥാപാത്രവും എന്താണ് ശ്രമിക്കുന്നത് എന്തിനാണ്, പേഴ്സണൽ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സെൽഫ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ അദ്ദേഹം സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് വർക്കിലൂടെ അദ്ദേഹം അതിലൊരു കഥ എഴുതുന്നുണ്ട്. ആ ഒരു കഥയിലൂടെയും ഒക്കെ എന്താണ് അയാൾ സെൽഫ് എക്സ്പ്രഷന് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ചോയ്സസ് എന്ന് വെച്ചാൽ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് ചോയ്സസ് എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ എന്താണ് ഡോമിനൻ്റായി നിൽക്കുന്ന തീംസ് എന്ന് പറയുന്നത്.
The film is also devoid of unnecessary songs, stunts, and buffoonery. It is about a nuclear family and its struggles. ഈ ഫിലിം നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പാട്ടുകൾ, ചില കൊമേഴ്ഷ്യൽ സിനിമയിൽ വെറുതെ ഒരു ആവശ്യമില്ലാതെ അനങ്ങിയ ചിലപ്പോൾ പാട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഒരാവശ്യമില്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ സ്റ്റണ്ടുകൾ, അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അനാവശ്യമായ പാട്ടുകളോ പിന്നെ സ്റ്റണ്ടുകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്ന് വെച്ചാൽ വിഷുവിൻ്റെ സീത, ഇവർ രണ്ടുപേരും ഒരു ന്യൂക്ലിയർ ഫാമിലി, രണ്ടുപേരടങ്ങിയ ഈ ഒരു കുടുംബം, അതിൻ്റെ സ്ട്രഗിൾസ്, അതാണ് മെയിനായിട്ട് ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വയംവരം, സീതയെ അവതരിപ്പിക്കുന്നത് ശാരദയാണ്. ശാരദ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന നായികയായിരിക്കും. അവരാണ് സീതയെ അവതരിപ്പിക്കുന്നത്. വിശ്വമായിട്ട് മധുവാണ് അവതരിപ്പിക്കുന്നത്. സ്വയംവരം revolves around the lives Vishwam and Sita, played by Madhu and Sharada. These lovers come to the city with hope and aspirations. Staying at a respectable hotel, Vishwam looks for a job, and fortunately, the couple moves down the social scale to more humble surroundings. The bus journey is more than a mere shift to the city. It is journey from the chains of the past to a freer future. In the city, disillusionment sets in. The bus also stands for a microcosm of the society with people from different walks as co-passengers. While the journey is commonplace for the others, it is most important journey of their life for the protagonist. This insularity is yet another important feature of the new wave cinema. അപ്പം സ്വയംവരം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ നമ്മൾ പറഞ്ഞ പോലെ വിശ്വത്തിൻ്റെയും സീതയുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിനെ റിവോൾവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിൽ ഇവർ ഫസ്റ്റ് ലവേഴ്സാണ് എന്ന് വെച്ചാൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് പുതിയ ഒരു സിറ്റിയിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെയും ഒരുപാട് ആഗ്രഹത്തോടെയും വരികയാണ് രണ്ടുപേരും. ആ ഒരു യാത്രയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഫസ്റ്റ് നല്ലൊരു റെസ്പെക്റ്റബിൾ ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്. വളരെ നല്ലൊരു ഹോട്ടലിലാണ്, വളരെ ക്ലീനായിട്ട് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്. വിശ്വം ജോലിക്കൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും നിർഭാഗ്യം കൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യലി ആ ഒരു ഹോട്ടലിൽ തന്നെ തുടരാൻ കഴിയില്ല. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി ഈ കപ്പിൾ മൂവ്സ് ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടി ഹമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സറൗണ്ടിങ്സിലേക്ക് അവർ മൂവ് ചെയ്യാണ്. പിന്നെ ഇതിലുള്ള ബസ് ജേണി എന്ന് പറഞ്ഞാൽ ഇവരെ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുകയാണല്ലോ. അതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയെ നമുക്ക് വെറും സിറ്റിയിലേക്കുള്ളൊരു യാത്രയായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ ഒളിച്ചോടി ഇങ്ങോട്ട് വരികയാണെന്നുള്ള ഒരു ഇതായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു ജേണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിലുണ്ടായിരുന്ന ഒരുപാട് ചേഞ്ചിൽ നിന്നും ഒരു ഫ്രീ ആയിട്ടുള്ള ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ ഒരു യാത്രയായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുക. ചേഞ്ച് ഓഫ് പാസ്റ്റിൽ നിന്നും ഒരു ഫ്രീയർ ഫ്യൂച്ചറിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. പക്ഷേ സിറ്റിയിൽ ഒരുപാട് ഡിസില്യൂഷ്മെൻറ്റ്, അവർ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കാത്ത പലതും സംഭവിക്കുന്നുണ്ട്. ദ ബസ് ഓൾസോ സ്റ്റാൻഡ്സ് ഫോർ എ മൈക്രോകോസം ഓഫ് ദ സൊസൈറ്റി വിത്ത് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ആസ് കോ പാസഞ്ചേഴ്സ്. അതുപോലെ തന്നെ ബസ് നോക്കുകയാണെങ്കിൽ ബസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെയാണ് ആ ഒരു ബസ്സിലൂടെ പോകുന്നത്. കാരണം ഒരുപാട് കോ പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പല വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ആളുകളായിരിക്കും കോ പാസഞ്ചേഴ്സായിട്ട് അതിലുണ്ടാവുക. വൈൽ ദ ജേർണി ഈസ് കോമൺ പ്ലേസ് ഫോർ ദ അതേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സ്ഥലത്തേക്കാണ് യാത്ര എന്നുണ്ടെങ്കിൽ പോലും ഈ പ്രോട്ടഗോണിസ്റ്റുകളെ സംബന്ധിച്ച് വിശ്വത്തെയും സീതയെയും സംബന്ധിച്ച് ഇത് അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജേർണിയാണ്. അതാണ് ഈ ഒരു സ്വയംവരം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ജേർണിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് ലിറ്ററലി ആയിട്ടും മെറ്റഫറിക്കലി ആയിട്ടും കൂടിയാണ് പറയുന്നത്. The past of the couple is not explained and is irrelevant. Neither is their background specified in terms of region, caste and class, again marking a deliberate break from the past. അപ്പം ഇതിലുള്ള കപ്പിൾസിൻ്റെ പാസ്റ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഇല്ല. ഈ ഒരു സിനിമയിൽ അവരുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് സീതയുടെയും വിശ്വത്തിൻ്റെയും പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവരുടെ ഗ്രാമത്തെക്കുറിച്ചിട്ടോ
അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ കുറിച്ചിട്ടോ അവരുടെ കാസ്റ്റിനെ കുറിച്ചിട്ടോ ഒന്നിനെക്കുറിച്ച് എന്താണ് അതിനെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാസ്റ്റ് കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് വളരെ ഇറവലൻ്റാണ് ഈ ഒരു ഫിലിമിൽ. അതിനൊരു പ്രസക്തിയും ഈ സിനിമ നൽകുന്നില്ല. Neither is their background specified in terms of region, caste and class, marking a deliberate break from the past. അപ്പം അതുപോലെ തന്നെ ഏത് റീജിയനിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ ഏത് കാസ്റ്റിൽ നിന്നാണെന്നോ ഏത് ക്ലാസ്സിൽ നിന്നാണെന്നോ ഒന്നും തന്നെ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെലിബ്രേറ്റ് ബ്രേക്കാണ്, ഒരു പ്ലാൻഡ് ബ്രേക്കാണ്. എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടും, അതുവരെ കൊമേഴ്ഷ്യൽ സിനിമകളിലൊക്കെ അതിനൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയുള്ള റീജിയൻ, കാസ്റ്റ്, ക്ലാസ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഒരു ഇമ്പോർട്ടൻറ്റും കൊടുക്കാതെ വളരെ ഇറവലൻ്റായിട്ടാണ് അവരുടെ പാസ്റ്റിന് എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആകെ പാസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നത് ഒരിക്കൽ സീത സ്വപ്നത്തിൽ അച്ഛനെ കാണുന്നതായിട്ടാണ് ആ ഒരു സ്വപ്നത്തിൽ മാത്രമാണ് അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. അതിലും കൂടുതലായിട്ട് വേറൊന്നും അവരുടെ റീജിയനോ അവരുടെ അച്ഛനെ കുറിച്ചിട്ട് അച്ഛൻ എന്തായിരുന്നു എന്നോ അങ്ങനെയുള്ള യാതൊന്നും കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഉറക്കത്തിൽ അങ്ങനെ അച്ഛനെ കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരാന്നല്ലാതെ വേറൊന്നും തന്നെ അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സിനിമയിൽ KPS ലളിത അവതരിപ്പിക്കുന്ന കഥാപാത്രം ചോദിക്കുന്നുണ്ട് ഏതാണ് നാടെന്ന് ചോദിക്കുമ്പോഴും സീത ഒരിക്കലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള പ്ലേസ് പറഞ്ഞു കൊടുക്കുന്നില്ല. വടക്ക് ആ ഒരു രീതിയിലൊക്കെ പറയാമെന്നല്ലാതെ ആ പ്രോപ്പറായിട്ട് ഏതാണ് സ്ഥലം എന്നൊന്നും അതിൽ നോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ റീജിയനോ ക്ലാസ്സിനോ കാസ്റ്റിനോ യാതൊരു റെലവൻസും കൊടുക്കാതെയാണ് സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. The important factor is their choice, their decision to elope or rather escape. ഈ സിനിമയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ ചോയ്സാണ്, അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ്, അവരുടെ ഡിസിഷൻ ടു elope or rather escape. ഒളിച്ചോടാനുള്ള അവരുടെ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ എസ്കേപ്പ് രക്ഷപ്പെടാനുള്ള അവരുടെ ഒരു ഡിസിഷൻ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ പാസ്റ്റിലെ ചെയിൻസിൽ നിന്നും അവർക്കൊരു ഫ്രീയർ ഫ്യൂച്ചറിലേക്ക് ഇലോപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടേണ്ടതുണ്ടായിരുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ദ ടൈറ്റിൽ ദസ് ഈസ് വെരി റെലവൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ പേര് എന്താണ്, വളരെ റെലവൻ്റ് ആണ് അല്ലേ? സ്വയം വരം എന്ന് പറയുമ്പോൾ എന്താണ്? സ്വയം, വൺസ് ഓൺ ചോയ്സ്, നമ്മുടെ സ്വന്തം ചോയ്സ്, അവനവൻ്റെ സ്വന്തം ചോയ്സിൽ അവർ രക്ഷപ്പെടുകയാണ് അവരുടെ ചെയിൻസ് ഓഫ് പാസ്റ്റിൽ നിന്നും ഒരു ഫ്രീയർ ഫ്യൂച്ചർ, ഒരുപാട് ഹോപ്സോടെ, ഒരുപാട് പ്രതീക്ഷയോടെ ഒരു പുതിയ ഭാവിയിലേക്ക്, സ്വതന്ത്രമായ ഒരു ഭാവിയിലേക്ക് രക്ഷപ്പെടുകയാണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദ ഓപ്പണിംഗ് സീൻസ് കൺവേ റൊമാൻറ്റിക് ഒപ്റ്റിമിസം അബൌട്ട് ഫ്രീഡം, ലവ്, ജോബ് ആൻഡ് പാഷൻ വിച്ച് ലാറ്റർ ഗീവ്സ് വേ ടു പെസിമിസം. അപ്പം ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റുള്ള സീൻസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒപ്റ്റിമിസമാണ്. എന്ന് വെച്ചാൽ അവർ വളരെ സ്നേഹത്തോടു കൂടി വളരെ റൊമാൻറ്റിക്കായിട്ട് തന്നെ അവർ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ലവിനെ കുറിച്ചിട്ടും ജോബിനെ കുറിച്ചിട്ടും അവരുടെ പാഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. പക്ഷേ വിച്ച് ലാറ്റർ ഗിവ്സ് വേ ടു പെസിമിസം. പക്ഷേ ലാസ്റ്റ് സീൻസ് ആകുമ്പോഴേക്കും നമ്മൾ അവരെ ഒരു പെസിമിസ്റ്റിക് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു പെസിമിസത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത്. ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമാണ്. ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റൊക്കെ അവരെ കാണുന്നത്. പക്ഷേ ലാസ്റ്റ് എന്താണ്? പെസിമിസമാണ്. എന്ന് വെച്ചാൽ പെസിമിസം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ ഒരു രീതിയിൽ അവർ എത്തിച്ചേരുകയാണ്. ലൈഫ് ഹാസ് സംതിങ് ഡിഫറെൻറ്റ് ഇൻ സ്റ്റോർ ഫോർ ദം. അവർ പ്രതീക്ഷിച്ച പോലെയല്ല അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെയല്ല അവർക്ക് ജീവിതം ഒരുക്കി വെച്ചിരുന്നത്. വിശ്വംസ് എൻഡേഴ്സ് അറ്റ് ദ ട്യൂട്ടോറിയൽ കോളേജ്, ദ പബ്ലിഷർ ആൻഡ് ദ സോമിൽ ആർ ഓൾ എ ഫെയിലിയർ. Vishwam realizes that it is a thoroughly closed world with no scope for change. Disillusionment with politics is evident when Vishwam passes a public political meeting without showing any interest in it. അപ്പം ജീവിതം ഒരിക്കലും അവർക്ക് ആഗ്രഹിച്ചതല്ല സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. വിഷയം ഒരുപാട് കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ട്യൂട്ടോറിയൽ കോളേജിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ, സുവോളജിൻ്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചു.
ആ ഒരു ജോലി അധികം നീണ്ടുപോയില്ല. പിന്നെ അതുപോലെ അദ്ദേഹം എഴുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതും നടന്നില്ല. അതുപോലെ തന്നെ സോമില്ലിൽ ജോലി ചെയ്യാനും വേണ്ടി തുടങ്ങി, പക്ഷെ അതും എന്താണ് ഒരു ഫെയിലർ ആവുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം എന്താണ് അദ്ദേഹത്തിൻ്റെ എൻഡേഴ്സൊക്കെ ഫെയിലർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വം റിയലൈസ് ചെയ്യാണ് എന്താണ് ഇതൊരു ക്ലോസ്ഡ് വേൾഡാണ്, ഈ ഒരു ലോകം അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് എന്താണ് ഒരു മാറ്റത്തിനൊരു സാധ്യത കാണുന്നില്ല എന്ന് എന്താണ് വിശ്വം റിയലൈസ് ചെയ്യാണ്. അതുപോലെ തന്നെ വിശ്വം പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന സമയത്ത് എന്താണ് പൊളിറ്റിക്കൽ മീറ്റിങ്സും അതുപോലെ തന്നെ ജാഥകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും വിശ്വം അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. ഇപ്പോൾ തൊഴിലാളികൾക്ക് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജാഥകൾ അല്ലെങ്കിൽ അവരുടെ സമരങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും വിശ്വം ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിസില്യൂഷ്മെൻറ്റ് വിത്ത് പൊളിറ്റിക്സിനോടുള്ള അദ്ദേഹത്തിന് ഒരു ഡിസില്യൂഷ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. എല്ലാത്തിനും ആ ഒരു കാര്യത്തിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു അവസ്ഥയാണ് കാണിക്കുന്നത്. ടുവാർഡ്സ് ദ എൻഡ് ദ കപ്പിൾ ഓൾസോ ഫൈൻഡ് ദാറ്റ് one's own choices seldom finds fulfillment. Their journey leads them to another world of unfreedom. അപ്പോൾ അവസാനം ഈ കപ്പിൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ സ്വന്തം ചോയ്സസ് എപ്പോഴും എന്താണ് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സസ് എപ്പോഴും ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് തന്നെയാണ് നമുക്കറിയാം ജീവിതത്തിലെ റിയാലിറ്റി അത് തന്നെയാണ്. അപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും തീംസ് ഈ ഒരു തരത്തിലുള്ള സിനിമകളിൽ ഉണ്ടാവുക. ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കുക, അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ സിനിമകളിലുള്ള ആ ഒരു രീതിയിലുള്ള തീംസ് ഒന്നല്ല പ്രസൻറ്റ് ചെയ്യുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണോ ലൈഫ് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ന്യൂ വേവ് സിനിമയിൽ ദ ജേർണി ലീഡ്സ് ദം ടു അനദർ വേൾഡ് ഓഫ് അൺഫ്രീഡം. അപ്പോൾ ഇവരുടെ ആ ഒരു യാത്ര ഒരുപാട് ഹോപ്സ് വെച്ചിട്ടായിരുന്നെങ്കിൽ പോലും അവരുടെ ആ ഒരു യാത്ര ഇപ്പോൾ എന്താണ് അൺഫ്രീഡം, ആ ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വേൾഡിലേക്ക് തന്നെയാണ് നീങ്ങിപ്പോയത്. Vishwa meets with death and Sita is left to face an uncertain future. വിശ്വം എന്താണ് അവസാനം മരണത്തിന് കീഴടങ്ങുകയാണ്. അതുപോലെ തന്നെ സീതയുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ അൺസർട്ടൈനായിട്ട് എന്തായിരിക്കുമെന്ന് നിശ്ചയമില്ലാത്ത ഒരു ഭാവിയിലേക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ. ഷീ ഈസ് അലോൺ ആൻഡ് ദ ഡോർ ഈസ് ക്ലോസ്ഡ്. അവൾ ലാസ്റ്റ് തനിച്ചാവാണ്, വിശ്വം ഇല്ല. അവരാണെങ്കിൽ 2 പേര് മാത്രമായിരുന്നു, വിശ്വം മരിച്ചു. ഇപ്പോൾ എന്താണ് ഒരു ചെറിയൊരു കുഞ്ഞുണ്ട്, അവളും ആ കുഞ്ഞും മാത്രം തനിച്ചാവാണ്. അവർക്ക് മുന്നിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഡോറായി കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത്. ഡോർ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോർ കാണിച്ചിട്ട് ദ റാറ്റ്ലിംഗ് അറ്റ് ദ ഡോർ സെറ്റ്സ് വൺ സെൽഫ് തിങ്കിങ് whether it is just a play of wind or a well-wisher. She is left with yet another choice, but this time her choices are limited. അതുപോലെ തന്നെ ഡോറിലുള്ള മുട്ടലൊക്കെ എന്താണ് അവിടെ നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ചിന്ത വരികയാണ്, എന്താണത് കാറ്റിൻ്റേതാണോ അതോ ഏതെങ്കിലും വെൽ വിഷർ മുട്ടാണോ, അങ്ങനെയൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലൊരു ചോദ്യം വരുന്നുണ്ട്. എന്തായാലും എന്താണ് സീതയ്ക്ക് മുന്നിൽ എന്താണ് വേറൊരു ചോയ്സിലേക്ക് സീതയെ ലെഫ്റ്റ് ചെയ്തിട്ടാണ് വിശ്വം പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണ് സീതയ്ക്ക് മുന്നിലുള്ള ചോയ്സസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗണ്ട്സൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് വളരെ എന്താണ് ഒരു ന്യൂ വേവ് സിനിമയിൽ എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ അതിൽ ഈ ഒരു സീത മേലെന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് സീതയും വിശ്വവും മേലെന്ന് ഹോട്ടലിൻ്റെ മേലെന്ന് നോക്കുന്ന സമയത്ത് താഴെ എന്താണ് ഇങ്ങനെ ഒരു ആട്ടുകല്ലിൽ ഈ അരി ഇതാക്കില്ലേ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാഴ്ച അവർ കാണുന്ന സമയം നമ്മൾ ഓഡിയൻസിനും ആ ഒരു സൗണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. ശരിക്കും ആ ഒരു എന്താണോ അവിടെ നടക്കുന്നത് അതിൻ്റെ ഡയറക്റ്റ് സൗണ്ടാണ് എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്, സിനിമയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും എന്താണ് അത് ഒരു സൗണ്ട് ടെക്നിക്സും മറ്റും യൂസ് ചെയ്തിട്ട് ഒന്നും പ്രസൻറ്റ് ചെയ്യുക, അത് കറക്റ്റ് എന്താണ് ആ ഒരു സൗണ്ടാണ് നമുക്ക് ഓഡിയൻസിന് മുന്നിൽ എത്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ എല്ലാത്തിലും കറക്റ്റായിട്ട് സൗണ്ട് എന്താണ് ഡയറക്റ്റ് സൗണ്ടാണ് നമ്മൾ സിനിമയിലൂടെ കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സിനിമ കണ്ടാൽ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഇതേപോലെ ഡയറക്റ്റ് സൗണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും.
പിന്നെ ഇതിൽ എക്സ്റ്റേണൽ വേൾഡിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഡെത്ത് എന്ന് പറഞ്ഞ മോട്ടീഫ്, ഈസ്തറ്റിക് ഐഡിയ, ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട്.